ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എൻ്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ വീട് പണിക്ക് തടസ്സാവും. പ്രകാശനെന്നും സ്വന്തം ലക്ഷ്യമാണ് വലുത്. എന്താ മാധവേട്ട, എന്താ മാധവേട്ട, എന്താ ഒരു വല്ലായിക? ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചധികം പണിയുണ്ടായിരുന്നു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. അവനവന് കഴിയുന്ന പണിയെടുത്താ പോരെ. വയസ്സായി, ഇനി കയ്യും കാലൊന്നും ഉദ്ദേശിക്കുന്നിടത്ത് നിന്നൊന്നും വരില്ല. അച്ഛന്റെ ക്ഷേമം നോക്കുന്ന ഒരു മോൻ. സാധാരണ ആൺമക്കള് വലുതായാലേ അച്ഛന്മാര് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് വിശ്രമിക്കും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു ഉപദേശം വന്നിരിക്കുന്നു, എണീറ്റ് പോടാ. അടിതെറ്റിയാലേ കൈയും കാലും തളർന്ന് വീട്ടിൽ കിടക്കേണ്ടി വരും. അതുകൂടി കാണണ്ടല്ലോന്ന് വെച്ച് പറഞ്ഞതാണേ. അയ്യോ, ദേഹത്താകെ പൊടി പെണ്ണൊക്കെയാണല്ലോ. എന്ത് ജോലിയാ ചെയ്തത്? ഞാനൊരു കോൺട്രാക്ടറുടെ ഗോഡൌണിൽ സെക്യൂരിറ്റി ആണല്ലോ. അയാളുടെ പണി സൈറ്റിലേക്ക് ഗോഡൌണിൽ നിന്ന് സിമന്റ് കൊണ്ടുവന്നു. രാത്രി ആയതുകൊണ്ട് ഞാൻ ആ കൂടെ പോയത്. അവിടെ ചെന്നപ്പോ വീടിന്റെ ഉടമയും ലോഡിങ്ങുകാരുമായിട്ട് കൂലിയെ ചൊല്ലി തർക്കമായി. അവസാനം വീടിന്റെ ഉടമ പറഞ്ഞിട്ട് എന്നോടാ സിമന്റ് ഇറക്കാൻ പറഞ്ഞത്. ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കിയിട്ടും അയാൾ എന്നെ കൊണ്ട് സിമന്റ് ഇറക്കിച്ചു. എന്റെ അച്ഛന്റെ പ്രായമായി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി. ഞാനോ ഒരു ചാക്ക സിമന്റ് എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. ആ വീടിന്റെ ഉടമ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. സിമന്റ് ചാക്ക മുഴുവൻ വയസ്സായ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കിച്ചോ? ഇതാര് ചെയ്താലും പാപമായിപ്പോയി. അയാൾ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുവിട്ട് ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ ചങ്ക് പടയ. എന്ന് തൊട്ട് വലിക്കാൻ തുടങ്ങിയ ഭാരോ മാധവേട്ട. സെക്യൂരിറ്റി പണിക്ക് പോയാ അച്ഛന് സെക്യൂരിറ്റി പണി മാത്രം ചെയ്താ പോരെ? ലോഡിങ്ങുകാരുടെ പണി ലോഡിങ്ങുകാര് ചെയ്യണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമായിരുന്നു. അച്ഛൻ അത് ചെയ്തുകൂടായിരുന്നോ? അതൊന്നും പറ്റില്ല മോളെ. അങ്ങനെ പറഞ്ഞ സെക്യൂരിറ്റി പണിന്ന് വരെ അവൻ എന്നെ പിരിച്ചുവിടും.
അതുകൊണ്ടാ അച്ഛൻ തർക്കിക്കാനൊന്നും പോകാത്തത്. ഈ വരുമാനം കൂടെ നിലച്ച ആകെ പെട്ടുപോകും. ഈശ്വര, എനിക്ക് വേണ്ടി സിമന്റ് ഇറക്കിയ സെക്യൂരിറ്റി എന്റെ അച്ഛനായിരുന്നു. എന്റെ അച്ഛനടിക്കാനായിരുന്നു ഞാൻ കയ്യോങ്ങിയത്. എന്റെ അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എന്റെ വീട് പണിക്ക് തടസ്സാവും. പ്രകാശനെന്നും സ്വന്തം ലക്ഷ്യമാണ് വലുത്. സാരമില്ല മാധവേട്ട. ദീമോളെ, എണീക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, അങ്കിളിന്റെ നെഞ്ചത്താണോ കിടക്കുന്നേ? എണീക്ക്. ആ വേണ്ട, ആള് നല്ല ഉറക്കത്തില്ല, ഉണർത്തണ്ട. പാവം, ഇന്നലെ പനി കാരണം നല്ല ഉറക്കം കിട്ടിയില്ല. പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചായ. ആ വന്ദനെ, ഒന്ന് ഫ്രഷായിട്ട് എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. ആ മോക്ക് ചൂടെങ്ങാനും കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ ജഗനെങ്ങോട്ടാ? ജീവിക്കണമെങ്കിൽ പണം വേണം. ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. എന്ത് ജോലി ജഗൻ നോക്കുന്നത്? അങ്ങനെ ഇന്ന ജോലി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ലല്ലോ. കിട്ടുന്ന ജോലി എന്തായാലും അത് ചെയ്യും.